സ്കൂളിലെ മരങ്ങൾ വെട്ടാൻ നഗരസഭ ടെൻഡർ വിളിച്ചതോടെ കാലങ്ങളായി ഉണ്ടായിരുന്ന പേരും പെരുമയുമെല്ലാം അന്യം നിന്നു പോകുമോ എന്ന ആശങ്കയിലാണ് തിരൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് ചക്ക സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദ്യാലയത്തിലെ പ്ലാവുകൾ മുറിച്ചുമാറ്റാൻ നഗരസഭ തീരുമാനിച്ചത്. ടെൻഡർ വിളിച്ചുവെങ്കിലും വനം വകുപ്പ് നിർദ്ദേശിച്ച തുകയ്ക്ക് ആരും മരങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഇതോടെ വീണ്ടും ടെൻഡർ വിളിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മുറിക്കുന്നതിന് വിഷമമുണ്ട്. ഇനി ചക്ക സ്കൂളിൽ നിന്നുള്ള പേരും പോവും. ഇവിടെ ചക്കകൾ തന്നെ ഉണ്ടാവില്ലല്ലോ. നല്ല തണലായിരുന്നു. മുറിക്കുമ്പം ഇങ്ങോട്ട് നല്ല അവിടുത്തെ വെയിൽ ഫുള്ള് ഇങ്ങോട്ട് അടിക്കുകയായിരുന്നു. ഈ പ്ലാവുകളിലൊക്കെ നിറയെ ചക്കയുണ്ടാകുമ്പോൾ ചക്കൊപ്പേരിയൊക്കെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇത് 5ാം ക്ലാസ്സുകാരൻ അനയുടെ മാത്രം ചോദ്യമല്ല. ചക്ക സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിങ്ങനെയാണ്. കുരുന്നുകൾക്ക് തണലേകിയ ചക്കപ്പഴത്തിൻ്റെ മധുരമുള്ള പ്രിയപ്പെട്ട പ്ലാവുകൾ മുറിക്കുന്നതിൽ കുഞ്ഞു ഹൃദയങ്ങളിലും വേദനയാണ്. ചെറുപ്പം മുതൽ കാണുന്ന പ്ലാവുകളും കേൾക്കുന്ന പേരും പെട്ടെന്നങ്ങ് ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും. മരങ്ങൾ വെട്ടിയാലും സ്കൂളിൽ പുതിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും PTA ആയിട്ട് ആലോചിച്ച് നല്ല പുതിയ പെട്ടെന്ന് തന്നെ കായ്ഫലമൊക്കെ കിട്ടുന്ന പ്ലാവും തൈകളും മറ്റും നട്ടു വളർത്തിയിട്ട് സ്കൂളിൻ്റെ പേര് അതേപടി നിലനിർത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് വനം വകുപ്പിട്ട വില. ഈ തുകയ്ക്ക് ലേലമുറപ്പിക്കാൻ ആര് തയ്യാറാകുന്നുവോ അതുവരെ മാത്രമാണ് ഈ മരങ്ങളുടെ ആയുസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലത്തിൻ്റെ മാധുര്യം ഇനിയും ഈ കുരുന്നുകൾക്ക് നുകരാനാവണം. അതിനായി വികസന പദ്ധതികൾക്കൊപ്പം ഈ സ്കൂളിലെ പ്ലാവുകൾ കൂടി സംരക്ഷിക്കപ്പെടണം. ചക്ക സ്കൂളിൽ നിന്നും മുനീഫ് തിരൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.